ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് ടൈം ആൻഡ് വർക്കാണ്. ടൈം ആൻഡ് വർക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്തും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. ഇതിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നമുക്കറിയാം ടോപ്പിക്ക് തന്നെ എന്താ, ടൈം ആൻഡ് വർക്കാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് ആ വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ടോപ്പിക്ക്, അതായത് ടൈം ആൻഡ് വർക്കിനകത്ത് എല്ലാ പ്രോബ്ലംസും സിമ്പിളായിട്ടുള്ളതാകട്ടെ കോംപ്ലക്സ് ആയിക്കോട്ടെ എല്ലാം എഫിഷ്യൻസി ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, എഫിഷ്യൻസി ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സിൻ്റെ LCM ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ വർക്ക് LCM ഓഫ് ഡേയ്സ് ആണ്. ഇനി ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ദിവസങ്ങളുടെ LCM ആയിരിക്കും ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസങ്ങളെയാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു എഫിഷ്യൻസി ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ ടൈം ആൻഡ് വർക്കിൽ വരുന്നത്. അപ്പം അതിനെ തന്നെ കുറച്ചൊരു കോംപ്ലക്സ് ആക്കി രീതിയിൽ വരുന്നുണ്ടെന്ന് മാത്രം. ഈ എഫിഷ്യൻസി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും, അതേപോലെ വർക്കും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ചില പ്രോബ്ലംസിനകത്ത് മാന്, അതേപോലെ ടൈം, വർക്ക് അങ്ങനത്തെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പം ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. M1 D1 T1 ബൈ W1, അത് വർക്ക് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. മാൻ, വർക്ക്, ടൈം, ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണിത്. M1 D1 T1 ബൈ വർക്ക് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇവിടെ M1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെൻ ആണ്, നമ്പർ ഓഫ് മെൻ. D1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ്. T1 എന്ന് പറയുന്നത് ഹവേഴ്സ്, നമ്പർ ഓഫ് ഹവേഴ്സ്. W1 എന്ന് പറയുന്നത് വർക്ക്. അപ്പം ആ പ്രോബ്ലംസിനകത്ത് ചിലപ്പോൾ ഒരു വാല്യൂ തരും. അപ്പോൾ അതിനെ വെച്ച് ഇക്വേറ്റ് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് M1 D1 T1 ബൈ W1 ഇസ് ഈക്വൽ ടു ആ ക്വസ്റ്റ്യൻ, അതായത് ആ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന വാല്യൂ. അല്ലെങ്കിൽ ചില പ്രോബ്ലംസിൽ ഒരു കമ്പാരിസൺ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ M1 D1 T1 ബൈ W1 ഇസ് ഈക്വൽ ടു ആ ഒരു കമ്പാരിസൺ. ടൈം ആൻഡ് വർക്കിൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുല. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാം മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, A can do a piece of work in 20 days and B can do the same job in 30 days. How long would they take to do it working together? ഈ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എക്ക് ഒരു വർക്ക് ചെയ്യാൻ, ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ 20 ഡേയ്സ് വേണം, ബിക്ക് സെയിം വർക്ക് ചെയ്യാൻ 30 ഡേയ്സും. ഇവര് ഒന്നിച്ച് ഈ വർക്ക് ചെയ്യുമ്പം എത്ര ഡേയ്സ് എടുക്കുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനകത്ത് എഫിഷ്യൻസി ഒന്നും തന്നിട്ടില്ല. ആകെ തന്നേക്കുന്ന ഏത് ഒരു പെർട്ടിക്കുലർ വർക്ക് അത് എ ചെയ്യാൻ എടുക്കുന്നത് 20 ദിവസവും ബി ചെയ്യാൻ എടുക്കുന്നത് 30 ദിവസവുമാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതിനായിട്ട് നമുക്കറിയാം, ഇക്വേഷൻ അറിയാം, ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് ഡേയ്സ്. ഇവിടെ ഡേയ്സ് തന്നിട്ടുണ്ട് 20, 30. അപ്പോൾ 20യുടെയും 30യുടെയും LCM എടുക്കണം. 20യുടെയും 30യുടെ LCM 60 ആണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. 60 ബൈ ടോട്ടൽ ടൈം, അതായത് നമ്പർ ഓഫ് ഡേയ്സ്. എ എടുത്തിരിക്കുന്നത് 20 ഡേയ്സ് ആണ്. സോ 60 ബൈ 20 = 3. അപ്പം എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ നമുക്ക് ബിയുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് 60 ബൈ ടോട്ടൽ ടൈം. ബി എടുത്തിരിക്കുന്നത് 30 ഡേയ്സ് ആണ്. സോ ബിയുടെ എഫിഷ്യൻസി 2 ആണ്. ഇപ്പം നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കിട്ടി. ഇപ്പം രണ്ടുപേർക്കും ഇവിടെ വരുമ്പം 3 + 2 5. അപ്പം എയുടെയും ബിയുടെയും കൂടെ ഉള്ള എഫിഷ്യൻസി 5 ആണ്. നമുക്കറിയാം ഇപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? എഫിഷ്യൻസി ഉണ്ട്, ടോട്ടൽ വർക്ക് ഉണ്ട്. എയും ബിയും എടുത്ത സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ടോട്ടൽ ടൈം = ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. സോ എ പ്ലസ് ബിയുടെ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. 12 ഡേയ്സ് കൊണ്ട് എയ്ക്കും ബിക്കും ആ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതും അല്ല, ഈ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇനിയിപ്പോൾ ഒരു കോംപ്ലക്സ് പ്രോബ്ലം ഒക്കെ വരുമ്പം ഇങ്ങനെ എഫിഷ്യൻസി ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പോകുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്ത് പോകാമെന്ന് നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇതിപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. പക്ഷേ കോംപ്ലക്സ് പ്രോബ്ലം വരുമ്പോൾ ഇങ്ങനെ പോകുന്നത് വളരെ പാടായിരിക്കും, നമുക്ക് കുറേ സമയം എടുക്കും. നമുക്കിതിനെ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എയ്ക്ക് ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ 20 ഡേയ്സ് വേണമെന്ന്. അപ്പോൾ എയുടെ നേരെ താഴെയായിട്ട് 20 എഴുതുക. ബിക്ക് 30 ഡേയ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയുടെ താഴെ 30 എഴുതുക. LCM 60. ഇവിടെ ആയിട്ട് 20 60 ആവാൻ എത്ര വേണം? 3 ടൈംസ് വേണം. 30 60 ആവാൻ 2 ടൈംസ്. നമുക്ക് എയുടെ എഫിഷ്യൻസി കിട്ടി 3 എന്നും ബിയുടെ എഫിഷ്യൻസി കിട്ടി 2 എന്നും. നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട, ഡയറക്റ്റ് ഒരു പടം വരച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി എയുടെയും ബിയുടെയും എ പ്ലസ് ബിയുടെ ആകുമ്പോൾ എന്താ? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി. എയുടെയും ബിയുടെയും 5. ഇനി എല്ലാ പ്രോബ്ലംസ് എല്ലാം നമ്മളിങ്ങനെ ഈ ഫിഗർ വെച്ചിട്ടായിരിക്കും ചെയ്തു പോകുന്നത്. ആദ്യമേ തന്നെ ഈ ഫിഗർ പറയാനത് അതിന് മുമ്പ് ഇതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചത്. ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പം ഈ ഒരു ഫിഗർ വെച്ചിട്ടായിരിക്കും ചെയ്തു പോകുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A, B and C can do a work in 6, 12 and 24 days respectively. In what time will they all together do it? അപ്പം എക്ക് 6 ഡേയ്സ്, ബിക്ക് 12 ഡേയ്സ്, സിക്ക് 24 ഡേയ്സ്. ഇതിൻ്റെ LCM 24 ആണ്. സോ 6 24 ആവാൻ 4 ടൈംസ്, 12 24 ആവാൻ 2 ടൈംസ്, 24 24 ആവാൻ 1 ടൈം. സോ എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം ടോട്ടൽ വർക്ക് 24 ആണ്. 24 ബൈ ടോട്ടൽ എഫിഷ്യൻസി 4 + 2 + 1 7. അപ്പം എ പ്ലസ് ബി പ്ലസ് സിക്ക് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് 24 ബൈ 7 ഡേയ്സ് വേണ്ടി വന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B together can do a piece of work in 6 days and A alone can do it in 9 days. In how many days can B alone do it? Aക്കും ബിക്കും ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ 6 ഡേയ്സ് വേണമായിരുന്നു. എക്ക് മാത്രമായിട്ട് 9 ഡേയ്സ്. ഇതിൻ്റെ LCM എടുക്കുക. 18, 6 3 ടൈംസ് വരും, 9 2 ടൈംസ് വരും. നമുക്ക് കിട്ടിയത് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി ആണ് 3, എയുടെ എഫിഷ്യൻസി 2 ആണ്.
ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ എഫിഷ്യൻസി കിട്ടും 1 എന്ന്. അതായത് a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2. അവിടെ എയുടെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. 3 മൈനസ് 2 ബി ഇസ് ഈക്വൽ ടു 1. ബിക്ക് മാത്രമായിട്ട് എത്ര ടൈം എടുക്കുന്നതായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. അപ്പം ബിയുടെ എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയായിരുന്നു? ടോട്ടൽ വർക്ക് 18, ബിയുടെ എഫിഷ്യൻസി 1. സോ ബിക്ക് 18 ഡേയ്സ് എടുക്കും ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days, ബി ആൻഡ് സി in 15 days, C and A in 20 days. How long would each take separately to do the same work? ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എയ്ക്കും ബിക്കും കൂടെ 12 ഡേയ്സ്, ബിക്കും സിക്കും 15 ഡേയ്സ്, സിക്കും എയ്ക്കും 20 ഡേയ്സ്. ഇതിൻ്റെ LCM എടുക്കണം. 60 12 60 ആവാൻ 5 ടൈംസ്, 15 60 ആവാൻ 4 ടൈംസ്, 20 60 ആവാൻ 3 ടൈംസ്. സോ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി കിട്ടി 5, ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി കിട്ടി 4, സി പ്ലസ് എയുടെ എഫിഷ്യൻസി കിട്ടി 3. നമുക്ക് ഇതിനെ മൂന്നിനെയും കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പം ഇങ്ങനെ വേണം ചെയ്യാൻ. അപ്പം ഇതിനെ മൂന്നിനെയും കൂടെ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് 2A പ്ലസ് 2B പ്ലസ് 2C എന്ന് കിട്ടും. അതിനെ നമുക്ക് 2 ഇൻറ്റു A പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 12 എന്ന് കിട്ടും. A പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി അപ്പം 12/2 6. ഇതിൽ നിന്ന് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം 5. അത് നമുക്ക് ഈ ഒരു ഇക്വേഷനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം നമുക്ക് സിയുടെ എഫിഷ്യൻസി കിട്ടും 6 മൈനസ് 5 സി ഇസ് ഈക്വൽ ടു 1. സിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. ഇനി നമുക്ക് സിയുടെ എഫിഷ്യൻസി നമുക്ക് സി പ്ലസ് എയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സി പ്ലസ് എയുടെ എഫിഷ്യൻസി 3 ആണെന്നറിയാം. അതിൽ നിന്ന് എയുടെ എഫിഷ്യൻസി നമുക്ക് 2 എന്ന് കിട്ടും. ബിയുടെ എഫിഷ്യൻസി എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 5. അതിൽ നിന്ന് ബിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടും. ഇപ്പം ബിയുടെ എഫിഷ്യൻസി 3 എന്ന് കിട്ടി. ഈ ക്വസ്റ്റ്യൻ അത് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരും എത്ര ടൈം എടുക്കുമെന്നാണ് ഈ വർക്ക് ചെയ്യാനായിട്ട്. ടോട്ടൽ എഫിഷ്യൻസി അറിയാം 60. എക്ക് 60/2 30 ഡേയ്സ് എടുക്കും. ബിക്ക് 60/3 20 ഡേയ്സ് എടുക്കും. സിക്ക് 60/1 60 ഡേയ്സ് എടുക്കും. ഓക്കെ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8 and 12 hours respectively. If they work 1 hour alternatively, A begins the work at 10 a.m. When will the work will be finished? ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എയും ബിയും കൂടെ ഒരു വർക്ക് എടുക്കാൻ എക്ക് ഒരു വർക്ക് ചെയ്യാൻ 8 hours ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ 12 hours വേണം. ഇഫ് ദി വർക്ക് 1 hour ആൾട്ടർനേറ്റീവ്. നമുക്ക് LCM എടുക്കാം. 24 12 24 ആവാൻ 2 ടൈംസ്, 8 24 ആവാൻ 3. ഇത് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി വർക്ക് 1 hour ആൾട്ടർനേറ്റീവ്ലി എ ബിഗിൻ ദ വർക്ക് അറ്റ് 10 a.m. 10 a.m. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ആണ്. എ 1 hour വർക്ക് ചെയ്യും, ദെൻ ബി 1 hour വർക്ക് ചെയ്യും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇവർ വർക്ക് ചെയ്യും. അപ്പോൾ എത്ര ടൈം എടുക്കും ഈ വർക്ക് ഫിനിഷ് ചെയ്യാനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മണിക്ക് ഈ വർക്ക് ഫിനിഷ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയുടെ എഫിഷ്യൻസി 3യും ബിയുടെ എഫിഷ്യൻസി 2 ആണ്. 1 hour എ എടുക്കുന്നത് 3 വർക്കാണ്. അതേപോലെ
ബി എടുക്കുന്നത് 2 വർക്കുമാണ്. ഇത് അവറിൽ പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് 1 അവറിൽ 3 വർക്ക്, ഡേയ്സിലാണ് പറഞ്ഞെങ്കിൽ 1 ഡേയിൽ 3 വർക്ക്, അങ്ങനെയാണ് പറയുന്നത്. അപ്പം എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് അവറിൽ എ, സെക്കൻഡ് അവറിൽ ബി. അപ്പോൾ 3യും 2. അപ്പോൾ ഫസ്റ്റ് 2 അവറിൽ എയും ബിയും കൂടെ 5 വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ വർക്ക് 24 ആണ്. ഈ 24-നകത്ത് വരുന്ന 5ന്റെ മൾട്ടിപ്പിൾ നോക്കുക, 20 വരും. അപ്പം ഈ 5നെ 20 ആക്കുക. അപ്പം എന്ത് ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ ഇത് തന്നെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 8 അവർ ആയി. 8 അവർ ആയപ്പം 20 വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി 9 അവർ ആയപ്പോൾ എ ആണ് വർക്ക് ചെയ്യുന്നത്. 20 + 3 23 ആയി. ഇനി 1 അവറിൽ ബി 2 വർക്ക് ചെയ്യും. ഇനി നമുക്ക് റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം ഹാഫ് അവർ കൊണ്ട് ആ റിമൈനിങ് വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യും. അപ്പം 9 ½ ഹവേഴ്സ് വരും. 10 AM സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ 10 AM കൂടെ ഈ 9½ ഹവേഴ്സ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7:30 PM എന്ന് കിട്ടും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് നോക്കുക. ഇനി പറയാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, ഏതെങ്കിലും നെറ്റിൽ നിന്നൊക്കെ എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അത് കുറേ കമൻറ്റ്സ് ഇങ്ങനെ ഡൗട്ട് വരികയാണെങ്കിൽ അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ക്വസ്റ്റ്യൻസും ആണെങ്കിൽ വീഡിയോ ആക്കി ഇടാം. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B can finish a work in 10, 12 and 15 days respectively. If B stop after 2 days, how long would it take A and C to finish the remaining work? ഇവിടെ എക്ക് 10 days, ബിക്ക് 12 days, സിക്ക് 15 days. എൽസിഎം എടുക്കുക. 60 ആണ് വരുന്നത്. 4, 5, 6. ഇവർ 3 പേരും കൂടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബി എന്ത് ചെയ്തു, 2 days വർക്ക് ചെയ്തപ്പോഴേക്ക് നിർത്തി. അതിനുശേഷം എയും സിയും കൂടെയാണ് ഈ റിമൈനിങ് വർക്ക് ചെയ്തത്. ഇപ്പം 2 days എന്താ, എയും ബിയും സിയും വർക്ക് ചെയ്തിട്ടുണ്ട്. 2 × A + B + C എടുക്കാം. അപ്പോൾ 2 × നമുക്ക് എഫിഷ്യൻസി അറിയാം 15 ആണ്. എഫിഷ്യൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 15 വരുന്നുണ്ട്. അപ്പം 2 ദിവസം കൊണ്ട് ഇവർ 3 കൂടെ 30 വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വർക്ക് 60 ആയിരുന്നു, 30 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് 30 വർക്ക്. ഈ റിമൈനിങ് 30 വർക്കാണ് എയും സിയും കൂടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ റിമൈനിങ് വർക്ക് 30 ബൈ എന്താണ്, എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി 6, സിയുടെ എഫിഷ്യൻസി 4. ഇപ്പം 10. 3 days കൊണ്ടാണ് അവർ റിമൈനിങ് വർക്ക് ചെയ്തിരിക്കുന്നത്. എയും സിയും 3 days കൊണ്ടാണ് റിമൈനിങ് വർക്ക് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 5 days ആണ്. എയും സിയും കൂടെ എടുത്തിരിക്കുന്നത് 3 days ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A and B can do a job in 20 days and 30 days respectively. A start the work and after 10 days B also joins. In how many days the total work is finished? For how many days B actually work on the job? ക്വസ്റ്റ്യനകത്ത് എ എടുത്തിരിക്കുന്നത് 20 days, ബി എടുത്തിരിക്കുന്നത് 30 days ആണ്. എൽസിഎം എടുക്കാം. 60, 2, 3. എ ആണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എ സ്റ്റാർട്ട് ദ വർക്ക് ആൻഡ് ആഫ്റ്റർ 10 days ബി ജോയിൻ ചെയ്തിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എ എന്താണ്, 10 days വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എയുടെ എഫിഷ്യൻസി 3 ആണ്. 3 × 10.
അപ്പോൾ ഈ എ 10 days കൊണ്ട് 30 വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് എത്രയാണ്? 30 വർക്ക്. ഇനിയുള്ള ദിവസങ്ങളിൽ എയും ബി വന്ന് ജോയിൻ ചെയ്തല്ലോ. ഇപ്പം എയും ബിയും കൂടെയാണ് ഈ 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 30/5 6 days കൊണ്ടാണ് അവർ ആ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബി എത്ര ദിവസം വർക്ക് ചെയ്തെന്നാണ്. ബി എയുമായിട്ട് ചേർന്ന് 6 days വർക്ക് ചെയ്തു. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. എ ഈസ് thrice fast as ബി ആൻഡ് ടുഗദർ ദേ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 6 days. ഇൻ ഹൗ മെനി ഡേയ്സ് ബി അലോൺ വിൽ ഫിനിഷ് ദ വർക്ക്? ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്നത് ഈസ് thrice fast as ബി. എ എന്ന് പറയുന്നത് 3 times ഓഫ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ഉം ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1ഉം ആണ്. അവർക്ക് ഒരുമിച്ച് ആ ഒരു വർക്കിനെ 6 days കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടത്തില്ലേ? അപ്പം 6 × 4 ചെയ്യുക 24. ഇതാണ് ടോട്ടൽ വർക്ക്. ബി എലോണിനാണ് ചെയ്യേണ്ടത്. ബി എലോണിന് എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ്. സോ 24 days എടുക്കും ബിക്ക് എലോണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. ഇത് എഫിഷ്യൻസി റേഷ്യോ ആണ് കേട്ടോ. A man and a boy can do a certain amount of work in 10 days. Their efficiency of doing the work is 8:5. How many days shall the boy will take to do it alone? ബോയ്, അമ്മനും ബോയും അവർ എഫിഷ്യൻസി റേഷ്യോ തന്നിട്ടുണ്ട് 8:5 ആണെന്ന്. പിന്നെ തന്നിട്ടുണ്ട് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടെ 10 days എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസി തന്നിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സും തന്നിട്ടുണ്ട്. ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചില്ലേ? ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പം എഫിഷ്യൻസി നമ്പർ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു ടോട്ടൽ എഫിഷ്യൻസി 30. സോ ടോട്ടൽ വർക്ക് 130 ആണ്. ബി എലോൺ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 130 ബിയുടെ എഫിഷ്യൻസി 5. 26 days എടുക്കും ബി എലോൺ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. A, B and C can do work in 6, 8 and 12 days respectively. Doing that work together, they get an amount of rupees 1,350. ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന എക്ക് 6 days, ബിക്ക് 8 days, സിക്ക് 12 days. LCM 24, 2, 3, 4. പിന്നെ അവർക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,350 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ബി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം അത് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ എമൗണ്ട് ബൈ ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു എഫിഷ്യൻസി ഓഫ് പറഞ്ഞിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ബി അല്ലേ പറയുന്നത്. എഫിഷ്യൻസി ഓഫ് ബി. സോ 1,350 ബൈ ടോട്ടൽ എഫിഷ്യൻസി 9 ഇൻറ്റു ബിയുടെ എഫിഷ്യൻസി 3. 9 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 150 വരും. സോ
450 റുപ്പീസാണ് ബിയുടെ ഷെയർ. അടുത്ത ക്വസ്റ്റ്യൻ, 5 men can prepare 10 toys in 6 days, working 6 hours a day. Then in how many days can 12 men prepare 16 toys working 8 hours? ഞാൻ ആദ്യമേ ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ ഇക്വേഷൻ പറഞ്ഞിരുന്നു എഫിഷ്യൻസിയുടെയും, പിന്നെ മെന്ന്, വർക്ക്, ടൈം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനും പറഞ്ഞിരുന്നു. അപ്പം M1 into D1 into T1 by W1 വർക്ക് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 men 10 toys. 5 men can prepare 10 toys in 6 days, 6 hours. അതുപോലെ 12 മെന്നിന് 16 ടോയ്. ഡേ പറഞ്ഞിട്ടില്ല, ഡേ നമുക്ക് കണ്ടുപിടിക്കണം. 8 hours. നമുക്ക് ഇവിടെ മെന്നിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്, ഡേയും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്, വർക്കാണ് അവരുണ്ടാക്കിയ 10 ടോയ്. സോ 5 into 6, ഡേയുടെ അവിടെ 6 into ടൈം 6 by വർക്ക് 10 ഈക്വൽ ടു ഇത് നമ്മൾ ഇതുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അപ്പം ഇവിടെ പെന്നിൻ്റെ എണ്ണം 12 ആണ്, ഡി തന്നിട്ടില്ല, ഡേയ്സ് തന്നിട്ടില്ല, അത് അതേപോലെ ഇടുക, ഡേയ്സ് കണ്ടുപിടിക്കണം, ടൈം 8 ബൈ അവരുടെ വർക്ക് 60. ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഇതും കൂടെ 3. അപ്പം 3 ഡേ കൊണ്ടാണ്. അപ്പം ഡി നമുക്ക് അവരെത്ര ദിവസം കൊണ്ടായിരുന്നു 12 ടോയ്സ് ഉണ്ടാക്കുന്നതെന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം 3 days കൊണ്ടാണ് അവർ 12 ടോയ്സ്. ക്വസ്റ്റ്യൻ, if 5 men and 2 boys working together can do 4 times as much work per hour as a man and a boy together, find the ratio of the work done by a man and that of a boy for a given time. ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് മെന്നിൻ്റെയും ബോയുടെയും റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 5 men plus 2 boy equals to 4 times of 1 men and 1 boy എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ അതിനെ ഇങ്ങനെ എഴുതി 5 men plus 2 boys equal to 4 into men plus b എന്ന് എഴുതി. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. 5m plus 2b is equal to 4m plus 4b. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് m is equal to 2b എന്ന് കിട്ടും. m by b ഈക്വൽ ടു 2/1 എന്ന് കിട്ടും. നമുക്ക് men is to ബോയുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Question, A, B and C can do a piece of work in 20, 15 and 12 days respectively. A is assisted by B on one day and by C on next day alternately. How long the work would take to finish? A ക്ക് 20, B ക്ക് 15, C ക്ക് 12. LCM എടുക്കാം. 60 12 60 ആവാനായിട്ട് 5 times, 15 60 ആവാൻ 4 times, 20 60 ആവാനായിട്ട് 3 times. അതിൽ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഡേയിൽ എയെ അസിസ്റ്റ് ചെയ്യുന്നത് ബി ആണെന്ന്, സെക്കൻഡ് ഡേയിൽ എ അസിസ്റ്റ് ചെയ്യുന്നത് സി ആണെന്ന്. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബിയും സിയും കൂടെ എയെ അസിസ്റ്റ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത്. അപ്പം
ഫസ്റ്റ് ഡേയിൽ ബിയും സെക്കൻഡ് ഡേയിൽ സിയും. അങ്ങനെ ഫസ്റ്റ് 2 ഡേയ്സിൻ്റെ കേസാണ് ഇത് എടുത്തേക്കുന്നത്. നമുക്കറിയാം എയുടെ എഫിഷ്യൻസി 3 ആണ്, ബിയുടെ എഫിഷ്യൻസി 4 ആണ്. അപ്പോൾ ഒരു ദിവസം എയും ബിയും കൂടെ 3 + 4 7 വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം എയുടെ എഫിഷ്യൻസി 3യും സിയുടെ എഫിഷ്യൻസി 5 ആണ്. എയും സിയും കൂടെ ഒരു ദിവസം 8 വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് 2 ഡേയ്സിൽ ഇവർ 15 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ വർക്ക് എത്രയാണ്? 60 ആണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് 2 ഡേയ്സിൽ 15 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇനി 60 ആവാനായിട്ട് 60 ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് 15 ഇനി 60 ആവാനായിട്ട് 4 ടൈംസും കൂടി വേണ്ടി വരും. അപ്പോൾ 2 ഡേയ്സ് ഇവിടെയും അത് തന്നെ അപ്ലൈ ചെയ്യുക ഇൻറ്റു 4. അപ്പോൾ 8 ഡേയ്സ് കൊണ്ട് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. 8 ഡേയ്സ് കൊണ്ട് അവർക്ക് 60 വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വർക്ക് twice as fast as B and thrice as fast as C. If C can finish the work alone in 11 days, in how many days can A, B and C together finish the work? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് A വർക്ക് twice as fast as B and thrice as C എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് A is equal to 2Bയും A is equal to 3C എന്നും. A is equal to 2B എന്ന് പറയുമ്പോൾ നമുക്ക് റേഷ്യോ A/B is equal to 2/1. A/C is equal to 3/1. A is to B എന്ന് പറയുമ്പോൾ 2:1 A is to C എന്ന് പറയുമ്പോൾ 3:1. ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്ത് ചെയ്യുന്ന മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് B/A C. B/A ആകുമ്പോൾ 1:2, A/C ആകുമ്പോൾ 3:1. ഇതിനെ ഇങ്ങനെ എടുക്കുക 3, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക 6, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക 2. ഇതായിരിക്കും B/A/Cയുടെ റേഷ്യോ. അല്ലെങ്കിൽ നമുക്ക് A/B അറിയാം, A/Cയും അറിയാം. ഇവിടെ കോമൺ ആയിട്ടുള്ളത് A ആണ്. അപ്പോൾ എയുടെ ടേൺസ് നമ്മൾ സെയിം വാല്യൂ ആക്കാൻ ശ്രമിക്കുക. ഇവിടെ എയുടെ വാല്യൂ 2ഉം ഇവിടെ എയുടെ വാല്യൂ 3ഉം ആണ്. അപ്പോൾ ഇതിനെ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി, 6 എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 6 ആവണമെങ്കിൽ ഇൻറ്റു 3 വേണം. ഇവിടെ അത് തന്നെ അപ്ലൈ ചെയ്യുക. ഇവിടെ 6 ആവണമെങ്കിൽ ഇൻറ്റു 2 വേണം. ഇവിടെ അത് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 6:3ഉം 6:2 എന്നും കിട്ടും. സോ എയുടെ റേഷ്യോ 6, ബിയുടെ റേഷ്യോ 3, സിയുടെ റേഷ്യോ 2. റേഷ്യോ കിട്ടി. ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് ഇവർ 3 പേരും കൂടെ ഈ വർക്ക് എപ്പോൾ തീർക്കുമെന്നായിരുന്നു ചോദിച്ചിരുന്നത്. അതേപോലെ തന്നെ സി ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് 11 ഡേയ്സ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്, സിയുടെ എഫിഷ്യൻസി അറിയാം. നമ്പർ ഓഫ് ഡേയ്സിൻ്റെ എഫിഷ്യൻസി ചെയ്യുമ്പം ടോട്ടൽ വർക്ക് കിട്ടും. ടോട്ടൽ വർക്ക് കിട്ടി. ഇനി നമുക്ക് ഇവർ 3 പേരും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും നോക്കാം. അപ്പം ടോട്ടൽ ഡേയ്സ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 11. അപ്പം 2 ഡേയ്സ് കൊണ്ട് ഇവർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. trees in 8 hours. If 8 men leave the job, how many trees will be cut in 12 hours? 40 മെന്നിന് 60 ട്രീസ് 8 അവർ കൊണ്ട് കട്ട് ചെയ്യാം. പിന്നെ പറഞ്ഞു ഈ 40 മെന്നിൽ നിന്നും
8 മെന്ന് പോയി. അങ്ങനെയാണെങ്കിൽ അപ്പം 40-ൽ നിന്ന് 8 പോയ 38 മെന്നിന് എത്ര ട്രീ 12 hours കൊണ്ട് കട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് മെന്ന്, വർക്ക്, ടൈം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ M1 D1 T1 by W1 is equal to M2 D2 M1 D1 T1 by W1 is equal to M2 D2 T2 by W2. ഈ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. M1 അറിയാം 40 ഡേയ്സ് വേണ്ട. ഇവിടെ ഡേയ്സിൻ്റെ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് ഡേയ്സിൻ്റെ ടേം വേണ്ട. ഇത് വേണ്ട. രണ്ട് കേസിലും ഡേയ്സിൻ്റെ ടേംസ് പറയാത്തത് കൊണ്ട് നമുക്കിവിടെ ഡേയ്സ് ആവശ്യമില്ല. പിന്നെ വേണ്ടത് ടൈം പറയുന്നുണ്ട്. 8 by 60. നമ്മൾ എത്ര ട്രീ ആണ് കട്ട് ചെയ്യുന്നത് അതാണ് വർക്ക്. പിന്നെ 32 × 12 ടൈം പറയുന്നത് 12. ഇവിടെ എത്ര ട്രീ ആണെന്ന് പറയുന്നില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 4 കൊണ്ട് 10 8. ഈ 8ഉം കട്ട് ചെയ്യാം. 0 പോവാം ചെയ്യാം. ക്രോസ് ഇസ് ഈക്വൽ ടു 12 × 6 72. അങ്ങനെ അവർക്ക് 72 ട്രീസ് 32 മെന്നിന് 12 അവർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ. A fort had provisions for 150 men for 45 days. After 10 days, 25 men left the fort. How long will the food last at the same rate? ഇവിടെ ക്വസ്റ്റ്യനകത്ത് 150 മെന്നിന് 45 ഡേയ്സത്തേക്കുള്ള ഫുഡ് ഉണ്ട്. അപ്പം അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ടോട്ടൽ ഫുഡ് 6750 ഉണ്ട്. 10 ഡേയ്സ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, 150 മെന്നും ഉണ്ടായിരുന്നു. അപ്പം 1500 അത് ഇതിൽ നിന്ന് സബ്സ്ട്രാക്ട്. ഇനിയുള്ളത് 5250 ഇത്രയുമാണ് നമുക്കുള്ളത്. അപ്പം 150ൽ നിന്ന് 25 പോകുമ്പോൾ 125. അപ്പം ഇനിയുള്ള ഫുഡ് 5250 ആണ്. അതേ ബൈ ഈ 125 ചെയ്യുമ്പം ഇത് എത്ര ദിവസത്തേക്കുള്ളതാണെന്ന് കിട്ടും. അപ്പം 42 ഡേയ്സ് എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A certain number of men complete a piece of work in 60 days. മെന്നിൻ്റെ എണ്ണം തന്നിട്ടില്ല. അത് അവർ ഒരു വർക്ക് 60 ഡേയ്സ് കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് പറയുന്നുണ്ട്. സോ a certain number of men complete a piece of work in 60 days. If there were 8 men more, the work could be finished in 10 days less. How many men were originally there? ഇവിടെ നമുക്ക് മെന്നിൻ്റെ നമ്പർ അറിയത്തില്ല, എക്സ് എന്ന് കൊടുക്കാം. ഡേയ്സ് തന്നിട്ടുണ്ട് 60 ഈക്വൽ ടു വർക്ക് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് വർക്ക് എഴുതേണ്ട ആവശ്യമില്ല. വർക്ക് എഴുതി കഴിഞ്ഞാലും വെട്ടിപ്പോത്തേ ഉള്ളൂ, സെയിം വർക്കാണ്. പിന്നെ എക്സ് പ്ലസ് 8 മെന്ന് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 10 ദിവസം മുന്നേ, ഇപ്പം 60 ആയിരുന്നു, അപ്പോൾ 50 ദിവസം കൊണ്ട് തീർക്കാം. 60x is equal to 50x plus 400. 10x is equal to 400, so x is equal to 40. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് വെച്ചിട്ട് വേണം കോംപ്ലക്സ് ലെവലിലേക്ക് ചെയ്ത് പോവാൻ. നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. നാളെ എന്നല്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്.
അപ്പം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നാളെ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്.